إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മാനവർക്ക് മാർഗദീപമായി അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നും വിവിധ ഭാഷകളും സംസ്കാരങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്കെല്ലാം അവരുടെ ജീവിതത്തിൽ നന്മയുടെ വഴികാട്ടിയായി നിലകൊള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ വിവിധ ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അറിഞ്ഞും അറിയാതെയും സമൂഹത്തിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ദുരാരോപണങ്ങളും ഉന്നയിക്കപ്പെടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലത്ത് പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വലീദ് ബിൻ മുഗീറ എന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആ ആയത്തുകളുടെ വശ്യത ബോധ്യപ്പെടുകയും അതിനോടൊരു താല്പര്യമുണ്ടാവുകയും ചെയ്തപ്പോൾ വലീദ് ബിൻ മുഗീറയുടെ മനോഭാവത്തിലുള്ള ഈ മാറ്റം തിരിച്ചറിഞ്ഞ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് പണം നൽകാൻ വേണ്ടി ആളുകൾ ഫണ്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വലീദ് ചോദിക്കുന്നു, എനിക്കെന്തിനാണ് പണം? ഈ നാട്ടിൽ ഞാൻ സമ്പന്നനായി ജീവിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ എനിക്ക് പണം നൽകുന്നത്? എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല. ആ സമയത്ത് അബൂജഹൽ പറയുന്നു, നീ മുഹമ്മദിന്റെ ഖുർആൻ കേട്ടെന്നും നിനക്ക് അതിനോട് എന്തോ ഒരു താല്പര്യമുണ്ട് എന്നും ആളുകൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. നീ മറിച്ചുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ഖുർആനിനെതിരെ, മുഹമ്മദിനെതിരെ നീ സംസാരിക്കണം. നിനക്ക് ആ ഖുർആനിനോട് വെറുപ്പുണ്ടെന്നും നീ ആ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നും ആളുകളെ ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും സംസാരിക്കണം. ആ സമയത്ത് വലീദ് ബിൻ മുഗീറ പറഞ്ഞ വാചകങ്ങളുണ്ട്. നിങ്ങൾക്കറിയില്ല, ഫവല്ലാഹി, ഈ കൂട്ടത്തിൽ അറബി ഭാഷ എന്നോളം അറിയുന്ന ആരെങ്കിലുമുണ്ടോ? സാഹിത്യം എന്നോളം അറിയുന്ന ആരെങ്കിലുമുണ്ടോ? അറബി കവിതകളുടെ ഈണങ്ങളും താളങ്ങളും എന്നേക്കാൾ അറിയുന്ന ആരെങ്കിലുമുണ്ടോ? ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാം, മുഹമ്മദ് പറയുന്ന വാചകം ഞാൻ ഇന്ന് വരെ കേട്ട വാചകം പോലെയുള്ളതല്ല. ഒരു മനുഷ്യനെ കൊണ്ട് രചിക്കാനോ ചിട്ടപ്പെടുത്താനോ കഴിയുന്ന വാചകങ്ങൾ അല്ല. അതിനൊരു വശ്യതയുണ്ട്, അതിനൊരു മനോഹാരിതയുണ്ട്, അതിനൊരു ആസ്വാദനമുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അത് അമാനുഷികമാണ്, ദൈവികമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വലീദ് ഇബ്നു മുഗീറ പറയുന്ന സംസാരങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്ത് അബൂജഹൽ പറയുന്നു, വലീദ്, നീ ഇതിന് വിരുദ്ധമായത് പറഞ്ഞിട്ടില്ല എങ്കിൽ ജനങ്ങൾക്ക് നിന്നോട് വെറുപ്പായിരിക്കും. ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി നീ എന്തെങ്കിലും പറയണം. വലീദ് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ.
പിന്നീട് തിരിച്ചു വന്ന് വലീദ് പറയുന്നു, ഇത് സിഹറാണ്, മാരണക്കാരന്റെ സംസാരമാണ്, ഇത് ആരും ഇതിൽ വഞ്ചിതരാകേണ്ടതില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിനെതിരെയുള്ള അത്തരം അപസ്വരങ്ങളും അപശബ്ദങ്ങളുമായി വലീദ് ഇബ്നു മുഗീറ ആ കാലഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചതും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ അതിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ ആയത്തുകളുടെ അവതരണവും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിത് സൂചിപ്പിക്കുന്നത്, ഖുർആനിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, ഖുർആനിനെതിരെ അറിവുള്ളവരോ അറിവില്ലാത്തവരോ സംസാരിച്ചാൽ അതിൽ ഒരു പുതുമയും നമുക്ക് ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, പ്രവാചകൻ വഹ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രവാചകനെതിരെ, വിശുദ്ധ ഖുർആനിനെതിരെ, ഇസ്ലാമിനെതിരെ പലതരത്തിലുള്ള അപശബ്ദങ്ങൾ, വിമർശനങ്ങൾ, ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നത് ഒരു അടിസ്ഥാന ഓർമ്മയായി, ബോധമായി മുസ്ലിമീങ്ങൾ നിലനിർത്തണം. നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ, ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ പോലും മുൻകാലത്ത് മാധ്യമങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ ശക്തമായി ജനങ്ങൾക്കിടയിൽ ആശയ പ്രചാരണത്തിൻ്റെ ഒരു മീഡിയയായി നിലകൊള്ളുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെതിരെയുള്ള വിഷം ചീറ്റുന്ന വിമർശനങ്ങളും സംശയങ്ങൾ കൊടുത്തിവിടുന്ന ആരോപണങ്ങളും നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളുടെ അവര് കണ്ടുപോയ വീഡിയോകളിലൊന്ന് കേരളത്തിലുള്ള ഒരു യുക്തിവാദി ഖുർആനിനെതിരെ നടത്തുന്ന ഒരു സംസാരമാണ്. അയാൾ പറയുന്നത്, ഞാൻ ഈ നാട്ടിലുള്ള സകല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്, നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി ഈ വിശുദ്ധ ഖുർആനിലുണ്ടോ? യേശു ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കണമെന്നാണ്. അതുപോലെ ഒരു വരി ഈ ഖുർആനിലുണ്ടോ എന്ന് ഒരു വിമർശകൻ, ഒരു യുക്തിവാദി ചോദിക്കുന്നു. അയാളുള്ള സദസ്സിൽ മുസ്ലിം പക്ഷത്തുള്ള ഒരാൾ അയാൾക്ക് മറുപടി നൽകുമ്പോഴും ആ മറുപടി കേൾക്കാൻ ഒരുങ്ങാതെ വീണ്ടും വീണ്ടും വലിയ വായിൽ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു നന്മ വിശുദ്ധ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പ്രഹസനം ദുഃഖകരമെന്ന് പറയാം. അത്തരം പ്രഹസനങ്ങൾക്ക് പുതിയ കാലത്തെ മാധ്യമങ്ങളിൽ വലിയ റീച്ച് ലഭിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായും ഇത്തരം വിഷയങ്ങളോടുള്ള ഇസ്ലാമിൻ്റെ നിലപാട് നമ്മൾ കൃത്യമായി ഓർക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യതയാണ്. ആ വ്യക്തി പറഞ്ഞത്, ഞാൻ ഈ നാട്ടിലെ സകല പുസ്തകവും വായിച്ചിട്ടുണ്ട്, ഖുർആനും വായിച്ചിട്ടുണ്ട് എന്നാണ് അയാളുടെ ധ്വനി. എന്നിട്ട് പറയുന്നത് ഖുർആനിൽ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പോലുമില്ല എന്ന് ആധികാരികമായി പറയാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആധികാരികമായി ഓരോരുത്തർ ഖുർആനിനെതിരെ സംസാരിക്കുമ്പോൾ നമുക്കതിനോട് പറയാനുള്ള പ്രതികരണങ്ങൾ എന്താണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് പോലും ഇസ്ലാമിൻ്റെ ഹൃദ്യതയും നന്മയും ബോധ്യപ്പെട്ടതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന പ്രവാചക വാചകം അറിയാത്ത അമുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. നിന്റെ മാതാവിനെ നീ സേവിക്കുകയാണെങ്കിൽ അവിടം നിനക്ക് സ്വർഗം ലഭിക്കും എന്ന പ്രവാചക വാചകം ഉദ്ധരിക്കുന്ന അമുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതേപോലെ നീ പുഞ്ചിരിക്കുന്നത് പോലും ധർമ്മമാണ്, നല്ല വാക്ക് പോലും ധർമ്മമാണ് എന്ന പ്രവാചക ഗുരു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം അറിയുന്നവരാണ് മലയാള മണ്ണിലുള്ള ഒരുപാട് ആളുകൾ. അങ്ങനെയുള്ള ബോധ്യമുള്ള ഒരു നാട്ടിലാണ് ഇവിടെയുള്ള ആളുകളുടെ സാമാന്യ ബോധത്തോട് കൊഞ്ചനം കുത്തി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്താൻ യുക്തിവാദികൾ ധൈര്യം കാണിക്കുന്നതും അത്തരം ഇന്റർവ്യൂകൾക്കും വീഡിയോ ബൈറ്റുകൾക്കും പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ റീച്ച് നൽകപ്പെടുകയും ചെയ്യുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. ഞാൻ നിങ്ങളോട് 4 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മലയാള മണ്ണിൽ 40-ലധികം ഖുർആൻ പരിഭാഷകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിഭാഷകൾ മാർക്കറ്റിൽ ലഭ്യമാണ്, ഇന്റർനെറ്റിൽ ലഭ്യമാണ്. എത്രത്തോളമെന്നാൽ അമുസ്ലിമീങ്ങൾക്കടക്കം സൗജന്യമായി വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകൾ വിതരണം ചെയ്യുന്ന ദഅവാ സംരംഭങ്ങൾ സജീവമായി നിലകൊള്ളുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
ആ നാട്ടിൽ ഈ ഖുർആനിന്റെ പരിഭാഷയും ഇതിന്റെ ഉള്ളടക്കവും അറിയാൻ സാധിക്കുന്ന ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ചേതോവികാരം വിശുദ്ധ ഖുർആൻ സൂറത്ത് സഫിലൂടെ പരിചയപ്പെടുത്തുന്നു. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ പ്രകാശത്തെ തങ്ങളുടെ വായ കൊണ്ട് മൂടിക്കെട്ടാൻ അവർ പരിശ്രമിക്കുകയാണ്. എന്നാൽ അവർക്കതൊരിക്കലും സാധ്യമല്ല. അവർക്കതെത്ര വെറുപ്പുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ പ്രകാശം സർവ്വതിനെയും അതിജയിച്ച് പൂർണ്ണതയോടെ നിലകൊള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഇസ്ലാമിന്റെ സൗന്ദര്യം, ഖുർആനിന്റെ ആശയവട്ടം അതിനെ ഊതിക്കെടുത്തുക എന്നത് വിമർശകന്മാരുടെ, ഇസ്ലാം വിരുദ്ധരുടെ എക്കാലത്തുമുള്ള അവരുടെ ഒരു അജണ്ടയായിരിക്കും. ആ അജണ്ടയുടെ മുമ്പിൽ യാതൊരു തരത്തിലുമുള്ള ദുർബലത നമ്മൾ അനുഭവിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമതായി ഇവിടെ ഇത്തരം വീഡിയോ ബൈറ്റുകൾ പ്രചരിപ്പിക്കുന്നവർ ചോദിക്കുന്നത്, ഖുർആനിൽ നാട്ടുകാർക്ക് കൊള്ളാവുന്ന നന്മ പറയുന്ന ഒരു വരിയുണ്ടോ എന്നാണ്. എന്നാൽ അല്ലാഹു പറയുന്നത് ഖുർആൻ മുഴുവൻ നന്മയാണ് എന്നാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് വിശുദ്ധ ഖുർആൻ നിങ്ങളെ വഴി നടത്തുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നന്മയിലേക്കും ധർമ്മത്തിലേക്കും മനുഷ്യരെ കൈപിടിച്ചുയർത്തുന്ന ദൗത്യമാണ് വിശുദ്ധ ഖുർആനും ഇസ്ലാം എന്ന ദൈവിക മതവും നിർവഹിക്കുന്നത്. എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇത് വ്യവച്ഛേദിക്കുവാൻ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് നല്ലതായി തോന്നണമെന്നില്ല. അവിടെ മനുഷ്യർക്ക് ഏറ്റവും കൃത്യമായ വ്യക്തമായ നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുന്ന ദൗത്യമാണ് അള്ളാഹു ഖുർആനിലൂടെ ഇസ്ലാമിലൂടെ നിർവഹിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പം നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുന്ന നന്മ തിന്മകൾ അത് മനുഷ്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വ്യവച്ഛേദിച്ചാൽ അതിനെ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയില്ല. പണക്കാരൻ്റെ പത്തായപ്പുര മോഷ്ടിച്ച് പാവപ്പെട്ടവർക്കിടയിൽ ഭക്ഷണങ്ങൾ തുല്യമായി വീതിക്കുന്നതിനെ നന്മയായി കരുതുന്നവരും അത് കള്ളത്തരമാണ്, കൊള്ളയാണ് എന്ന് പറയുന്നവരും സമൂഹത്തിലുണ്ട്. എൻ്റെ വീട്ടുകാർ പട്ടിണി കിടക്കാതിരിക്കാൻ ഞാൻ മടിക്കുത്തഴിച്ച് വേശ്യാവൃത്തിക്ക് ഇറങ്ങി എന്ന് പറയുന്ന വ്യഭിചാരത്തെ വെളുപ്പിക്കുന്നവർക്ക് അവരുടെ ന്യായങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇസ്ലാമിൽ വ്യഭിചാരം അത് പാപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നന്മയോ തിന്മയോ എന്ന് പറയുന്നിടത്ത് അത് തന്നെ ഒരു ഡിബേറ്റിനുള്ള, ആളുകൾക്കിടയിലുള്ള ആശയ സംവാദത്തിനുള്ള ഒരു വിഷയമായി നിലനിൽക്കും എന്നതുകൊണ്ട് നന്മയും തിന്മയും വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുക എന്ന ദൗത്യം വിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതെല്ലാം നന്മയാണ്, അള്ളാഹു എതിർത്തതെല്ലാം തിന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതെല്ലാം നന്മയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതെല്ലാം തിന്മയാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കുവാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കണം. അതാണ് ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ കാതലായി ഓർക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെയുള്ള യുക്തിവാദികൾ, അവർക്കിപ്പോൾ ഖുർആനിലുള്ളത് നന്മയായി സ്വീകരിക്കാൻ പ്രയാസമാണ്. ഇപ്പം കുടുംബം തന്നെ ശരിയല്ല, ഫാമിലി സിസ്റ്റം തെറ്റാണ് എന്ന് പറയുന്ന ഒരാൾക്ക് കുടുംബത്തെ നോക്കണം എന്ന ഇസ്ലാമിൻ്റെ നന്മയെ ഉൾക്കൊള്ളാൻ സാധിക്കൂല. ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ബാധ്യതകൾ ഉണ്ട് എന്ന ഇസ്ലാമിൻ്റെ നിർദ്ദേശം അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. മാതാപിതാക്കളെ പരിപാലിക്കണം എന്ന ഇസ്ലാമിൻ്റെ നന്മയെ ഉൾക്കൊള്ളാൻ സാധിക്കൂല. കാരണം അവർ കുടുംബത്തെ തന്നെ തകർത്തെറിഞ്ഞു പോകുന്ന, ഫാമിലി എന്ന ആ ഒരു ബൈനറി സിസ്റ്റത്തെ തന്നെ തകർത്തെറിയണം എന്ന് വാദിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ നടക്കുന്ന ആളുകൾക്ക്, കള്ളുകുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസികളായി നടക്കുന്ന ആളുകൾക്ക് അവരുദ്ദേശിക്കുന്ന കാര്യം നന്മയായി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അത്തരം വിഷയങ്ങളിൽ പറയാനുള്ളത്. എന്നാൽ ഖുർആൻ എന്നത് പൂർണ്ണമായും നന്മകളെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നത് നാം തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ നന്മയുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നന്മകൾ പരിചയപ്പെടുത്തുന്നു. സൂറത്ത് ഇസ്രായിലെ 23-ാമത്തെ ആയത്ത്,
വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അല്ലാഹു വിധിച്ചിട്ടുണ്ട് ഏകനായ പടച്ചവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ ജനനത്തിന് കാരണക്കാരായി ഈ ദുനിയാവിൽ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും നിങ്ങൾ കരുണ കാണിക്കണം, അവരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ മാതാപിതാക്കൾ പ്രായമായി അവശരായി പ്രയാസപ്പെടുന്ന സന്ദർഭം ഒരാളോ രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങളുടെ രക്ഷിതാക്കളോട് ഉഫ് എന്ന വാക്ക് പോലും പറയരുത്. ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്ന വാക്കാണ്. അനിഷ്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദം പോലും രക്ഷിതാക്കളോട് പാടില്ല. വല തൻഹർഹുമാ, അവരോട് ശബ്ദമുയർത്തി കയർത്ത് ദേഷ്യപ്പെട്ട് നിങ്ങൾ സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരമാണ് നിങ്ങൾ അവരോട് നടത്തേണ്ടത് എന്ന വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ഉന്നതമായ നന്മ സൂറത്തു ഇസ്രായിലൂടെ നമുക്ക് കാണാം. സൂറത്തു നിസായിലെ ഒരു ആയത്ത് നോക്കുക. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഒരാൾ നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് നിങ്ങൾ ആ അമാനത്ത് വീഴ്ചയില്ലാതെ നിങ്ങൾ നിർവഹിക്കണം. ഒരാളെ എന്തെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസവഞ്ചന കാണിക്കാതെ നിങ്ങൾ ഏൽപ്പിക്കണം. വൈദാ ഹകംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ ആദിൽ, രണ്ടാളുകൾക്കിടയിൽ രണ്ട് കൂട്ടർക്കിടയിൽ മദ്യം പറയാൻ നിങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നീതിയോടുകൂടി നിങ്ങൾ മദ്യം പറയണം. അവിടെ ആളെ നോക്കി വലുപ്പം നോക്കി കൈക്കൂലി വാങ്ങി മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ നോക്കി ഏതെങ്കിലും പാർഷ്യാലിറ്റി കാണിക്കുന്ന സ്വജനപക്ഷപാതിത്വം കാണിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത്. ഇന്നല്ലാഹ നിഅമ്മാ യഅളുകും ബിഹി, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഈ ഉപദേശങ്ങൾ എത്ര നല്ലതാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ശൈലി. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നോക്കുകയാണെങ്കിൽ ഖുർആനിലുള്ളതെല്ലാം നന്മകളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ നന്മകൾ മാത്രം, ഈ നന്മകളുടെ അടിസ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ നന്മകൾ മാത്രം പറയാൻ പോലും 1, 2, 3, 4, 10 ഖുതുബകൾ ഒരിക്കലും പര്യാപ്തമല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചില നന്മകൾ നോക്കുക. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ, പറയുന്നത് സത്യമാവണം. കള്ളസാക്ഷ്യം പറയരുത്. ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ സാക്ഷി പറയേണ്ട അവസ്ഥയുണ്ടെങ്കിൽ സാക്ഷി പറയാൻ മടി കാണിക്കരുത്. മറ്റൊരാളെ പരിഹസിക്കരുത്, ചാരവൃത്തി നടത്തരുത്, ഗീബത്ത് പറയരുത്. അതേപോലെ ആളുകളോട് പരുഷമായി കയർത്ത് സംസാരിക്കരുത്, സൗമ്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കഴിയാവുന്നതും നീ അവർക്ക് പുറത്തു കൊടുക്കണം. കടം വാങ്ങിയവൻ പ്രയാസപ്പെടുന്നുവെങ്കിൽ അവധി നിങ്ങൾ നീട്ടിക്കൊടുക്കണം. പാവപ്പെട്ടവർക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങളുടെ സഹായങ്ങൾ നീട്ടണം. അനാഥരെ സംരക്ഷിക്കണം. അവരുടെ സമ്പത്ത് നിങ്ങൾ അപഹരിക്കരുത്. സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടിയോടിക്കരുത്. പലിശ പാടില്ല, വ്യഭിചാരം പാടില്ല, കൈക്കൂലി പാടില്ല. ഇങ്ങനെ നൂറുകണക്കിന് നന്മകൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ നമ്മുടെ നാട്ടിലോ ചുറ്റുപാടുകളിലോ പരിസരങ്ങളിലോ ഒരു വിമർശനം ഉയരുന്നു എന്നതുകൊണ്ട് ഈ ഇസ്ലാമിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഖുർആനിൽ എന്തൊക്കെയോ പോരായ്മയുണ്ട് എന്ന അപകർഷതാബോധത്തിലേക്ക് നമ്മൾ ഒരിക്കലും വീണു പോവരുത്. മറിച്ച് ഈ വിഷയങ്ങളുടെ ഇത്തരം വിമർശനങ്ങളുടെ ചേതോവികാരവും ചരിത്രത്തിലുടനീളമുള്ള അതിൻ്റെ ഉദാഹരണങ്ങളും അതിനെ വിചാരപരമായി ഇസ്ലാമിക സമൂഹം എങ്ങനെ പ്രതിരോധിച്ചു എന്നത് വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുകയും ഈ ആദർശത്തിൽ അഭിമാനമുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഇവിടെ ഇസ്ലാമിന് നേരെയുള്ള വിമർശനങ്ങളിൽ മുതിർന്ന ആളുകൾ പോലും ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട പല വ്യതിയാന ചിന്തകൾ പല ഇടങ്ങളിലാണ് പ്രചരിക്കപ്പെടുന്നത്. ഇപ്പം ചില വ്യതിയാനങ്ങളൊന്നും ആളുകളൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ അതുണ്ടാക്കുന്ന സ്വാധീനം എത്ര മാരകമായ രൂപത്തിലാണ് സ്പ്രെഡ് ആവുന്നത് എന്ന് നമ്മൾ അറിയാറില്ല. സാംസ്കാരിക അധിനിവേശവും അതുപോലെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള മുതിർന്ന ആളുകൾക്ക്
അവരൊരു 80കളിൽ 90കളിലൊക്കെ അവരറിഞ്ഞ സെലിബ്രിറ്റികൾ എന്നത് ഇന്ത്യയിൽ ജീവിച്ച ഏതെങ്കിലും കലാകാരന്മാരാവും. പക്ഷെ പുതിയ തലമുറയ്ക്ക് BTS പോലെയുള്ള കൊറിയൻ ബാൻഡ് സംഗീതത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ സെലിബ്രിറ്റികളായി കണ്ട് അവരെ പോലെ താടിരോമങ്ങൾ വടിച്ച് സ്ത്രൈണതയുള്ള ഭാവങ്ങൾ നടിച്ച് അവരുടെ ഹെയർ സ്റ്റൈലുകൾ അനുകരിച്ച് അവരെ പോലെ വേഷം ധരിച്ച് അവരെ പോലെ നടക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക അധിനിവേശം അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മാത്രം കയറിയിറങ്ങുന്ന ആളുകൾ ഒരുപക്ഷെ അറിയണമെന്നില്ല. എന്നാൽ നമ്മുടെ തലമുറയിലേക്ക് സാംസ്കാരിക അധിനിവേശം നടക്കുന്നു, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ അവരിലേക്ക് പ്രസരിക്കുന്നു. സ്വാഭാവികമായും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ മുതിർന്നവർക്ക്, രക്ഷിതാക്കൾക്ക്, പ്രസ്ഥാന നായകന്മാർക്ക്, സാമൂഹ്യമായി മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം അത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടും സമീപനവും ഉണ്ടാവണം. തീർച്ചയായും അത്തരം പരിശ്രമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേർപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മുസ്ലിമീങ്ങളായി ജീവിക്കുമ്പോൾ മുസ്ലിമാണ് എന്ന് പറയാനുള്ള ഒരു അഭിമാനകരമായ ഒരു അവസ്ഥാവിശേഷം നമുക്കുണ്ടാവണം. നമ്മുടെ ആദർശത്തെ സംബന്ധിച്ച്, മതപരമായ അസ്തിത്വത്തെ സംബന്ധിച്ച്, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംബന്ധിച്ച് അഭിമാനമുള്ള ആളുകളായി ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പം ഇന്ത്യ രാജ്യത്ത് വിവിധ കാരണങ്ങളാൽ OBC എന്ന ഒരു കാറ്റഗറിയിൽ പിന്നോക്ക സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ അവകാശിയായി ജീവിക്കുന്ന ആളുകൾ ഖൈറു ഉമ്മയുടെ ഭാഗമാണ്. ലോകത്തിന് വേണ്ടി ഉയർക്കൊണ്ട ഉത്തമ സമൂഹം, ആ ഉത്തമ സമൂഹമായ ഖൈറു ഉമ്മയായി ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്ന ആ ഒരു ചാരിതാർത്ഥ്യവും ആ ഒരു അഭിമാന ബോധവും നമുക്കുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിന് നേരെ ഉയരുന്ന ചെറുതും വലുതുമായ ഏത് വിമർശനങ്ങളും അതിൻ്റെ നിജാവസ്ഥ എന്ത് എന്ന് അറിയുകയും അതിൻ്റെ കൃത്യമായ മറുപടികൾ, അതിൻ്റെ കൃത്യമായ ഇസ്ലാമികമായ നയങ്ങളെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാവണം. അതിനാവശ്യമായ പഠനങ്ങൾ, അതിനാവശ്യമായ വായനകൾ, ആ നിലക്ക് പഠിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുമായി ബന്ധം ചേർത്ത് പിടിക്കുന്ന നിലപാടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഈ ഉമ്മത്തിനെ അപകർഷതാബോധത്തിലേക്ക് തള്ളിവിടുന്നതിനുള്ള നിരന്തരമായ പരിഹാസങ്ങളും ചോദ്യശരങ്ങളും ഉയരുന്ന ഒരു കാലത്ത് മുസ്ലിമായി ജീവിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഏറ്റവും വലിയ സമരം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിലൂടെ പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും നന്മകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ ആരാണുള്ളത് എന്നാണ്. ആ നല്ല വാക്ക് പറയാൻ മുസ്ലിമീങ്ങൾ ഉയർന്നു നിൽക്കേണ്ട, ആ നല്ല വാക്കിൻ്റെ വക്താവാകാൻ ഇസ്ലാമിക കൂട്ടായ്മകൾ പ്രതിജ്ഞാബദ്ധമാവേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ സംഘടനകളുണ്ട്, സംഘടനകളുടെ കൂടെ പ്രവർത്തിക്കുന്നവരുണ്ട്, ഒരു സംഘടനയിലും പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു നാട്ടിലുള്ള മഹല്ലുമായി സഹകരിച്ച് ആ വരിസംഖ്യ നൽകുന്നവരും ഒരു വരിസംഖ്യയും നൽകാതെ അവരവൻ്റെ ഏർപ്പാടുമായി പോകുന്ന ആളുകളുണ്ട്, പലതരം ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ അവരവരുടെ നിലപാടിനെ കുറിച്ച് ന്യായം പറയുന്നവരാണ്. ഖുർആൻ പറഞ്ഞ ഈ നിലപാടിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്ത്, അമൽ സ്വാലിഹാത്ത് കൊണ്ട് ജീവിതത്തിന് സൗന്ദര്യം നൽകുന്ന നിലപാട്, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്ന ആത്മാഭിമാനത്തിൻ്റെ ശബ്ദത്തിൻ്റെ വക്താവുക, ആ ഒരു ഉത്തരവാദിത്തം തീർച്ചയായും നമുക്ക് നിർവഹിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വിശുദ്ധ ഖുർആൻ
ഖുർആനിനോടും സുന്നത്തിനോടും പ്രതിബദ്ധത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളും പരീക്ഷണങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവർക്കും നീ ആഫിയത്തും ഷിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള അപകട മരണങ്ങളുടെ പരിഭ്രാന്തിയുള്ള പലതരം വാർത്തകളിലൂടെയാണ് ഞങ്ങൾ പലപ്പോഴും കടന്നു പോകുന്നത്. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ, പഠനങ്ങളിൽ, ജോലികളിൽ, വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്ത് ഇണക്കത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകൾ ഇസ്ലാമിക പ്രദേശങ്ങൾ, മധ്യേഷ്യയിലടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിം സഹോദരി സഹോദരന്മാർ ഇന്നും ദൈന്യതയിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാഹുവേ, അവരുടെ ജീവിതങ്ങളിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.